ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജിനേഷനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നു പേജിനേഷൻ എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ പേജിനേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് തരാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബിൽഡ് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് ആയിരിക്കാം. വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ API ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ API ക്രിയേഷൻ ഒന്നും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, അത് നമ്മൾ പിന്നീട് നോക്കുന്നതായിരിക്കും. അതാണ് നിൽക്കട്ടെ. എന്തായാലും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു സെർവർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം. ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് നമ്മൾ ചെയ്യുന്നത് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് കുറച്ച് ഒരു യൂസർ വരുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് വരുന്നത്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വരുമ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് കാണും. അപ്പോൾ ആൾക്കാർ വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഡേറ്റ പെട്ടെന്ന് കാണിക്കണം. അതായത് അവർ വെയിറ്റ് ചെയ്ത് ലോഡിംഗ് എന്ന് പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിന് അതൊരു എന്താ പറയുക, അത്ര നന്നായിട്ട് തോന്നില്ല, അവരത് നിർത്തിപ്പോവും. അപ്പോൾ നമുക്ക് ഒരുപാട് യൂസേഴ്സിനെ ലോസ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി അല്ല, ഒരു അത്ര എഫിഷ്യൻ്റ് അല്ല അത്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യണം തന്നെ. അതുപോലെ നല്ലൊരു എന്താ പറയുക യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണേ നമ്മളെല്ലാം വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യണം. ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ ആദ്യമേ ലോഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അത് യൂസർ ആ ഡാറ്റയൊക്കെ ഒന്ന് നോക്കി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഡാറ്റ ലോഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, നമ്മളോട് കുറച്ച് സാധനം കൊണ്ടുവരാൻ പറയുകയാണ്. നമ്മളിപ്പോൾ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി ഏകദേശം 1 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നില്ല. നമ്മൾ കുറച്ച് സാധനം കൊണ്ടുവരാം. നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ നിൽക്കുകയാണ്. അതായത് അവിടുന്ന് സാധനം കുറച്ച് നേരം എടുക്കും ആ ഒരു പ്രൊഡക്റ്റ് അവിടുന്ന് എടുക്കുക. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ച് വെള്ളം കൊണ്ടുവരാന്നിരിക്കട്ടെ. വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് നമ്മുടെ കയ്യിൽ രണ്ട് ബക്കറ്റ് ഉണ്ട്. 2 ബക്കറ്റിൽ നമ്മൾ വെള്ളം കൊണ്ടുവരാന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം മറ്റേത് നിറയാൻ. എന്നിട്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാൻ നിന്നാൽ കുറേ കൂടി ടൈം എടുക്കും. അതേസമയം ഓൾറെഡി ഒരെണ്ണം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും, ആ ഒരു സംഭവം അവിടെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാട് കയറുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ഡാറ്റ ആദ്യമേ കാണിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി ഡാറ്റ അത് കഴിഞ്ഞ് ലോഡ് ചെയ്യുക എന്നുള്ള കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അതേ പ്രൊജക്റ്റ് തന്നെയാണ്. അതിൽ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട്. ഇതായത് നമ്മുടെ ഹോം പേജിൽ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ പേര് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റുഡൻറ്റ് 0 to സ്റ്റുഡൻറ്റ് 49 വരെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന 3 സ്റ്റുഡൻറ്റും ഉണ്ട്. ഏകദേശം ഒരു 53 ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഡാറ്റ ഇപ്പോൾ കൺസിഡർ ചെയ്തല്ല നമ്മുടെ ഒരു 1000 അല്ലെങ്കിൽ ഒരു 2000 10,000 ഡാറ്റ വന്നിരിക്കും. അതെല്ലാം കൂടി ഒരുമിച്ച് ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിനെ സംബന്ധിച്ച് കുറച്ച് ടൈം എടുക്കുന്ന സമയമായിരിക്കും. നമുക്കത് മനസ്സിലാവില്ലെങ്കിലും അത് എഫിഷ്യൻസി കുറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ലോഡ് ചെയ്യാൻ നമ്മൾ എന്താ പേജിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു എന്തായാലും പ്രൊഡക്റ്റ് ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഡാറ്റ കാണിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നെക്സ്റ്റ് എന്ന് എല്ലാം പറഞ്ഞ് അടുത്ത പേജ് കാണിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്. അതിനാണ് പേജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ടെക്നിക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ജാങ്കോയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു റെസ്യൂമേക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജിനേഷൻ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ഇപ്പോൾ പല കമ്പനീസ്, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പ് പോലത്തെ കമ്പനീസ് ഒക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് അവർ ഒരു ടാസ്ക് വരും. ടാസ്ക് എന്നിട്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ പറയും ഒരു ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക, ചിലപ്പോൾ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറയും. നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ടെക്നിക്കും കൂടെ അതിനെ ആഡ് ചെയ്ത് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല പേജിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിലും നമ്മളായിട്ട് അത് പേജിനേഷനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് വേറെ തന്നെ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണോ എന്ന് തന്നെ അവർ ചിലപ്പോൾ സംശയിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ജോബ് അവിടെ ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സാലറി നമുക്ക് ചോദിച്ചു വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ട് ടെക്നിക്കാണ്. എന്താ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നമുക്ക് നിർത്താം. ഇപ്പോൾ ഇത്രയും ഡാറ്റ ഇവിടെ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി പേജിനേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു സംഭവം ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം Django core dot paginator import paginator ക്ലാസ് നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം, ഞാൻ ബാക്കിയുള്ള എല്ലാം ഇവിടെ മാറ്റിയിരിക്കുകയാണ്. ജസ്റ്റ് ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സാധനം മാത്രം നമുക്ക് മതി, വേറെ ഒന്നും നമുക്ക് തൽക്കാലം വേണ്ട. ഓക്കെ, തൽക്കാലം വേണ്ട, ഞാൻ ഓക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രം നമുക്ക് തൽക്കാലം മതി. ഞാനിവിടെ എടുത്തിട്ട് ഇപ്പോൾ നമുക്കറിയാം ഇത്രയും ഡാറ്റ നമുക്ക് ഒരുമിച്ച് അവിടെ വരുന്നുണ്ട്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേരിയബിൾ കൊടുക്കും. ഞാനിപ്പോൾ ഒരു പി എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. പി എന്നോ എന്ത് പേര് കൊടുക്കും, ഞാൻ ജസ്റ്റ് പി എന്ന് കൊടുത്തു. പി എന്ന് കൊടുക്കണം, ഞാൻ പറഞ്ഞു നല്ലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള പേര് കൊടുക്കുക. ജസ്റ്റ് പേജിനേറ്റർ എന്ന് കൊടുക്കുക. പേജിനേറ്റർ ഓഫ് അതിനകത്ത് 2 കാര്യങ്ങളാണ് പാസ് ചെയ്യേണ്ടത്. ഒന്ന് നമ്മുടെ ആ ഒരു ക്വറി സെറ്റ് നമ്മൾ അറിയാം അവിടെ സ്റ്റുഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സ്റ്റുഡ് അവിടെ പാസ് ചെയ്തു. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. എത്ര ഐറ്റംസ് ആണ് ഒരു പേജിൽ നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ 10 കൊടുക്കാന്നിരിക്കും. 10 കൊടുത്ത് ഞാൻ സേവ് ചെയ്തു. 10 കൊടുത്ത് സേവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും അവിടെ വരാനില്ല. നമുക്ക് കുറച്ച് കാര്യം കൂടി ചെയ്യണം. അതായത്
ഇപ്പൊ ജസ്റ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ആ ഒരു ഡാറ്റേനെ ഫുൾ എടുക്കുക, അതിൽ ആദ്യമേ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക, 10 എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഓരോ പേജിലും 10 റിസൾട്ട് വെച്ച് മാത്രം കാണിക്കുക എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. അത്രേ ഇവിടെ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പേജും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല. ഇനിയിപ്പോൾ നമുക്ക് പറയണം ഏത് പേജാണ് നമുക്ക് കാണേണ്ടതെന്ന് ഒരു സംഭവം കൊടുക്കണം. അത് നമ്മൾ കാര്യം ചെയ്യുക, പേജ് ഈസ് ഈക്വൽ ടു പി ഡോട്ട്, പി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻസ്റ്റന്റിനെയാണ്, ഈ പേജിനേറ്റർ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെയാണ്. പി ഡോട്ട് പേജ് എന്ന് പറഞ്ഞിട്ട് അതിന് പേജ് നമ്പർ, ഞാൻ 1 എന്ന് പറഞ്ഞ പേജ് നമ്പർ കൊടുത്തു, 1 എന്ന് പറഞ്ഞ പേജ് നമ്പർ കൊടുത്തു. ഇനിയിപ്പോൾ റിഫ്രഷ് ചെയ്താലും പ്രത്യേകിച്ചൊന്നും നടക്കില്ല. കാര്യം എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ ആ പേജിനേറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിനെ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യും, ഈ സ്റ്റുഡിന് പകരം ഇവിടെ നമ്മൾ പേജ് എന്ന് പറഞ്ഞ് പാസ് ചെയ്യും. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. നമുക്കറിയാം 10 ഡാറ്റ വന്നുള്ളൂ. നോക്കിയറിയാം 1 2 3 4 5 6 7 8 9 യാ 10 ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പേജിലാണ്. ഓക്കെ, ഫസ്റ്റ് പേജിൽ. നമുക്ക് രണ്ടാമത്തെ പേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 1 എന്നുള്ളത് 2 ആക്കുക, റീലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ 10ാമത്തെ, നേരത്തെ നമുക്കറിയാം 6 വരെ വന്നിട്ടുള്ളൂ, ഇപ്പോൾ 7 മുതൽ വന്നിട്ടുണ്ട്, 7 തൊട്ട് 16 വരെ അടുത്ത 10 ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പേജിനേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇതിപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് ആക്ച്വലി വേണം, നമുക്കൊരു പേജ് വേണം. ഓക്കെ, പേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പേജ് നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുക. അതിപ്പോൾ ഡൈനാമിക് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ക്യൂറി സെറ്റ് വഴി അല്ലെങ്കിൽ പിന്നെ നമ്മൾ URL വഴി പാസ് ചെയ്യും. നമ്മൾ ഗെറ്റ് മെത്തേഡ് വെച്ചിട്ട് പാസ് ചെയ്യാണ് സാധാരണഗതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ പേജിനേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ നേരത്തെ എടുത്ത പോലെ തന്നെ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഡോട്ട് ഗെറ്റ്, റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ പേജ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പേജ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ ഓക്കെ പേജ് എന്ന് പറഞ്ഞ് ഞാനവിടെ കൊടുത്തു. എന്ത് ചെയ്യും, ഇവിടെ പേജ് നമ്പറിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് കൊടുക്കുക, പേജ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക, പേജ് അണ്ടർസ്കോർ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക, സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, പേജ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ രണ്ടാമത്തെ പേജിൽ നമുക്ക് ഒന്നാമത്തെ പേജ് കൊടുക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ അറിയാം ഒന്നാമത്തെ പേജ് ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് കറക്റ്റാണ്, ഇതേ രീതിയാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആരും ഇവിടെ കൊടുക്കില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 4ാമത്തെ പേജ് കൊടുക്കുക, ഒന്നും വന്നില്ല. ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കാന്ന് വയ്ക്കുക, അങ്ങനെ വരില്ല. പക്ഷെ അതിന് മുമ്പ് വേറൊരു കാര്യം നമ്മളിവിടെ കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഇൻവാലിഡ് ആയിട്ടുള്ള പേജ് നമ്പർ, നമുക്കറിയാം ഏകദേശം ഒരു 5 പേജ് എങ്ങാണ്ട് ഇതിന് വരാൻ ചാൻസ് ഉള്ളൂ. 5 അല്ലെങ്കിൽ 6 പേജ് അല്ലെങ്കിൽ 7 പേജ്, 6 വരുന്നുണ്ട്. ഓക്കെ, 6 പേജിൽ തീരുവാണ്. ഞാനിപ്പോൾ 7ാമത്തെ പേജ് കൊടുത്താൽ എന്ത് വരും നോക്കാം. 7ാമത്തെ പേജ് കൊടുത്താൽ അവിടെ ഒരു എററാണ് വരുന്നത്, empty പേജ് എന്ന് പറഞ്ഞ എററാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം കേസസ് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ അത് എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയാം, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നൊരു സംഭവം നമ്മൾ പൈത്തൺ ചെയ്ത സമയത്ത് പഠിച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിവിടെ ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് കൊടുക്കുക, ട്രൈ എന്ന് പറഞ്ഞിട്ട് ട്രൈ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തു. ഇവിടെ ഞാൻ എക്സെപ്റ്റ് കൊടുക്കുക. എക്സെപ്റ്റ് കൊടുക്കുന്നതിന് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കൊരു എക്സെപ്ഷൻ ക്ലാസ് ഇവിടെ ഇമ്പോർട്ടൻ്റ്, empty പേജ് എന്ന് പറഞ്ഞ എക്സെപ്ഷൻ നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന. ഓക്കെ, അത് ഞാനിവിടെ കളഞ്ഞിരിക്കുകയാണ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ empty പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സെപ്ഷൻ ആണ് വന്നത്. അപ്പോൾ അതിനെ ക്യാച്ച് ചെയ്യാൻ നമ്മളിവിടെ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കൊടുക്കുന്നത്, എക്സെപ്റ്റ് empty പേജ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സമയത്ത് ഇങ്ങനെ എക്സെപ്റ്റ് മാത്രമേ പഠിച്ചുള്ളൂ, അതിന് ഇപ്പറ കൊടുക്കുന്നത് ഉദ്ദേശിച്ചില്ല. ഇപ്പറ കൊടുക്കുന്നത് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു എക്സെപ്ഷൻ ഏതൊരു എക്സെപ്ഷൻ ആണ് അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യാം, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ കൊടുക്കാം പേജ് ഈസ് ഈക്വൽ, പേജ് ഒന്ന് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ഇവിടെ പേജ് കൊടുത്തിട്ടുണ്ട്, പേജ് ഇല്ലാത്തൊരു സാധനത്തിന് ഇൻവാലിഡ് ആയിട്ടുള്ള, അതായത് ഇനീഷ്യലൈസ് ചെയ്യാത്തൊരു വേരിയബിളിനെ കോൾ ചെയ്യുന്ന പോലെ ആയിരിക്കും. പേജ് നമുക്ക് ഫസ്റ്റ് പേജ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് പേജ് ഞാൻ കൊടുക്കാം. ഞാനിവിടെ സേവ് ചെയ്യാണ്. 7ാമത്തെ നോക്കുവാണ്, അൺബൗണ്ട് ലോക്കൽ വേരിയബിൾ പേജ്, എന്തോ പറ്റിയല്ലോ, പേജ്. ഓക്കെ, സോറി പേജ് എന്നല്ല, സോറി പി ഡോട്ട് എന്ന് കൊടുക്കണം. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ 7ാമത്തെ കൊടുത്തു, ഫസ്റ്റ് പേജ് വന്നു. ഞാൻ 100 കൊടുത്തു, 100 കൊടുത്താൽ ഇത് വന്നു. പക്ഷെ അത് ഞാൻ സമയം 2 വല്ലതാണ്, ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ പേജ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല സാധാരണ വരുന്നത്. നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് ഒരു നെക്സ്റ്റ് പേജ് എന്നോ അല്ലെങ്കിൽ പ്രീവിയസ് പേജ് എന്നോ അങ്ങനെ ഒരു ചെറിയ ബട്ടൺ വല്ലതും കാണും. അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനു മുമ്പ് നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പേജസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതിനുള്ള ഒരു ഇതാണ്, എന്താ പറയുക, പേജസ് എന്ന് പറഞ്ഞു കൊടുക്കാം. പേജസ് ഈസ് ഈക്വൽ ടു പി ഡോട്ട് അണ്ടർസ്കോർ പേജസ് എന്ന് പറഞ്ഞു കൊടുക്കുക, സേവ് ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ ടെർമിനലിൽ നോക്കുക, 6 പേജ് നമുക്ക് ടോട്ടൽ ഉണ്ട്. ഓക്കെ, എത്ര പേജ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെന്റേഷൻ നോക്കാം. ഡോക്യുമെന്റേഷൻ വേണ്ട, നമുക്കിവിടെ പേജിനേറ്റർ ജസ്റ്റ് കൺട്രോൾ നോക്കിക്കൊണ്ട് തന്നെ ഈ പറയുന്ന പേജിനേറ്റർ നമ്മൾ ക്ലിക്കബിൾ ആയിട്ടൊരു രീതി കാണിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്, ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പേജ് നമ്പർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഗെറ്റ് പേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഒരു പർട്ടിക്കുലർ പേജ് കിട്ടുക. നമ്മൾ പറഞ്ഞു പേജ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പേജ്, ഓക്കെ, പേജ് അതിൻ്റെയാണ് ഇവിടെ പേജ് എന്ന് കാണിക്കുന്നത്. പിന്നെ എന്താ, അങ്ങനെ പല കാര്യങ്ങളും, കൗണ്ട് ഉണ്ട്, ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളാണ്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ നം പേജ് നമ്മളിപ്പോൾ എടുത്ത സംഭവങ്ങൾ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഏതൊരു സംഭവത്തിനും വരും. നിങ്ങൾ എം ടി പേജ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരും. ചുമ്മാ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന കൺട്രോൾ നോക്കിക്കൊണ്ട് ക്ലിക്ക് ചെയ്താൽ അത് വരും. ഓക്കെ, ജസ്റ്റ് ഒരു ടിപ്പായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം അടുത്ത പേജ് വേണം. പേജ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണം. എല്ലാം താഴെ കൊടുക്കും. ഞാൻ കുറച്ച് ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുക്കുക, അതായിരിക്കും നല്ലത്. 2 BR ടാഗ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു എ ടാഗ് കൊടുക്കണം. സോറി, എ ടാഗ് കൊടുത്തു. എ ടാഗിന് അത് തൽക്കാലം ഒരു സ്റ്റാർ കൊടുക്കാം. പ്രീവിയസ് പേജ്, PREV പേജ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ഞാനൊരു നെക്സ്റ്റ് പേജ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാനൊന്ന് റിഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്യുമ്പോൾ 2 സംഭവം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. ഓക്കെ, NBSP ഇത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി സ്പേസ് വരും. ഓക്കെ, സ്പേസ് ഉണ്ട്. പ്രീവിയസ് പേജ്, നെക്സ്റ്റ് പേജ്. പക്ഷേ ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ പ്രീവിയസ് പേജ് ഇല്ലാണ്ടിരിക്കും. കാര്യം ഫസ്റ്റത്തെ പേജ് വരുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് പേജ് എന്നുള്ള സംഭവം കാണില്ല. അതായത് ഫസ്റ്റത്തെ പേജാണ് ഫസ്റ്റത്തെ പേജ്, അതിന് മുമ്പ് ഒരു പേജ് ഇല്ല. അതുപോലെ നമുക്കറിയാം 6 എന്നാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ പേജ്. അതായത് നമ്മുടെ ലാസ്റ്റത്തെ പേജ് 6 ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിന്റെ ആവശ്യമില്ല. അപ്പോൾ ആ സമയങ്ങളിലൊന്നും ഇത് ഡിസ്പ്ലേ ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്കിവിടെ കാര്യം ചെയ്യാം, ജസ്റ്റ് ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഈഫ് ഈ സ്റ്റുഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സ്റ്റുഡ് ആണ് നമ്മുടെ അവിടുത്തെ വേരിയബിൾ. സോ ഈഫ് സ്റ്റുഡ് ഡോട്ട് ഹാസ് അണ്ടർസ്കോർ പ്രീവിയസ്, PREVIOUS പ്രീവിയസ്. അതായത് പ്രീവിയസ് പേജ് ഉണ്ടോ എന്നാണ് നോക്കുന്നുള്ളൂ. പ്രീവിയസ് പേജ് ഉണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ ND4 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. രണ്ടാമത്തെ പേജാണ്. രണ്ടാമത്തെ പേജിൽ അത് കാണിക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാം 1 എന്ന് പറഞ്ഞൊരു പേജ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നാമത്തെ പേജിലേക്ക് വന്നു. ഒന്നാമത്തെ പേജിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് പേജ് അവിടെ കാണുന്നില്ല, നെക്സ്റ്റ് പേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന നെക്സ്റ്റ് പേജിനകത്തൊരു സംഭവം കൊടുക്കാം. അതിനാണ് പറയുന്നത് ഈഫ് സ്റ്റുഡ് ഡോട്ട് ഹാസ് നെക്സ്റ്റ്. ഓക്കെ, ഹാസ് അണ്ടർസ്കോർ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു സ്പേസ് കൊടുക്കണം. ഓക്കെ, അത്രയും സ്പേസ് കൊടുക്കണ്ട. സ്പേസ് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് കൊടുത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ND4 കൊടുക്കും. അതുപോലെ തന്നെ ND4 കൊടുത്തു. ND4 കൊടുത്ത് ഞാനിപ്പോൾ 6ാമത്തെ നമ്മുടെ ലാസ്റ്റത്തെ പേജിലേക്ക് പോവാണ്. അവിടെ നമുക്കറിയാം പ്രീവിയസ് പേജ് ഉണ്ട്, നെക്സ്റ്റ് പേജ് ഇല്ല. അതേസമയം ഇടയ്ക്കുള്ള ഒരു 5ാമത്തെ പേജൊക്കെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന പ്രീവിയസും കാണും, നെക്സ്റ്റും കാണും. പക്ഷേ ഇവിടെ വെച്ചു ഇത് വർക്കിംഗ് അല്ല. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാനാണെന്ന് നോക്കാം. വർക്ക് ചെയ്യിക്കാൻ നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഈ അറിയാം, നമ്മുടെ ഇത് ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, ആ ഒരു URL കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അവിടെ ജസ്റ്റ് ഒരു സ്ലാഷ് കൊടുക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, പേജ് കൊടുക്കുക. പേജ് കൊടുക്കാൻ കാരണം നോക്കുക, ഈ ഇവിടെ വരെയുള്ള സംഭവം ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടും, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സ്ലാഷ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ മതി. സ്ലാഷ് ക്വസ്റ്റ്യൻ മാർക്ക് പേജ് = 5. ഓക്കെ, പേജ് = നമ്മളത് കൊടുക്കുക. പേജ് നെക്സ്റ്റ് പേജ് കൊടുക്കുക. നെക്സ്റ്റ് പേജ് എന്ന് കൊടുക്കുന്നത് ഐറ്റംസ് ഡോട്ട് നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് അണ്ടർസ്കോർ നമ്പർ എന്ന് കൊടുക്കുക. ഐറ്റംസ് അല്ല, സ്റ്റുഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, സ്റ്റുഡ് ഡോട്ട് നെക്സ്റ്റ് അണ്ടർസ്കോർ പേജ് അണ്ടർസ്കോർ നമ്പർ. അതായത് നെക്സ്റ്റ് പേജ് നമ്പറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രീവിയസ് ആണ്, പ്രീവിയസ് ആവുമ്പോൾ നെക്സ്റ്റ് അല്ല, പ്രീവിയസ് നോക്കാം. PREVIOUS പ്രീവിയസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 5ാമത്തെ പേജാണ് കൊടുക്കുന്നത്. ഞാൻ പ്രീവിയസ് ക്ലിക്ക് ചെയ്യാണ്. അതിന് മുമ്പത്തെ പേജ് വന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. അതിന് മുമ്പത്തെ വന്നു, വീണ്ടും ക്ലിക്ക് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്തു. ഇനി ക്ലിക്ക് ചെയ്യാനില്ല, കാരണം നമുക്കറിയാം 0th പേജ് വന്നു കഴിഞ്ഞാൽ, അല്ല ഫസ്റ്റത്തെ പേജ് വന്നാൽ അതിന് മുമ്പ് പേജ് വേറെ ഇല്ല, അതുകൊണ്ട് വരില്ല. ഇതേ സംഭവം തന്നെ നമ്മൾ ഇപ്പറേയും കൊടുക്കുക. ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക. പ്രീവിയസ് എന്നുള്ള മാറ്റി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക, സേവ് ചെയ്യുക. ഇത് ആണ് നമ്മുടെ ഫസ്റ്റത്തെ പേജ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പേജ് ഒന്നും കൊടുത്തില്ലെങ്കിലും ഫസ്റ്റത്തെ പേജ് വരുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. കൊടുത്തിട്ടില്ല. കാര്യം ഫസ്റ്റത്തെ ടൈം അത് ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സംഭവം കാണാൻ ചാൻസ് ഇല്ല. സോ നമ്മൾ കൊടുക്കുകയാണ് ഈഫ്. ഇവിടെ ഒരു ഈഫ് കൊടുത്താൽ മതി. ഈഫ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എവിടെയാണ് ലീഫ് കൊടുക്കാൻ തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ് ഈഫ് നോട്ട് പേജ് നമ്പർ, അതായത് പേജ് നമ്പർ കൊടുത്തിട്ടില്ല എന്ന്, നോട്ട് പേജ് അണ്ടർസ്കോർ നമ്പർ എന്നാണെങ്കിൽ നമ്മളിപ്പോൾ പേജ് എന്ന് പറഞ്ഞു കൊടുക്കും. പേജ് = p.page1. നമുക്കറിയാം ഫസ്റ്റത്തെ പേജ് ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യണം. ലെറ്റ്സ് നോക്കാം എന്തോ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഇൻറ്റീജർ. എവിടെ? ഓക്കെ, ഇത് നേരത്തെ ഇവിടെ എല്ലാം കൊടുക്കണ്ടേ, ഇവിടുന്ന് കട്ട് ചെയ്യുക. ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ കൊടുക്കുക.
ട്രൈ ചെയ്യുക, പേജ് നമ്പർ കൊടുക്കില്ല. ഓക്കെ കൂൾ. എന്നിട്ട് ഈ എക്സെപ്റ്റ് കേസ് കൊടുക്കരുത്. കാര്യം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്ത് ആ എക്സെപ്ഷൻ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് എം ടി പേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പേജ് നോട്ട് ആൻഡ് ഇൻറ്റീജർ ആ ഒരു ഫംഗ്ഷൻ അല്ല കൊടുത്തത്. ജസ്റ്റ് എം ടി പേജ് വന്നാൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളത് കോപ്പി ചെയ്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളൂ. ജസ്റ്റ് നോക്കുക, സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ നെക്സ്റ്റ് പേജ് കൊടുത്തു, വീണ്ടും നെക്സ്റ്റ് കൊടുത്തു, ഇനിയില്ല. പ്രീവിയസ് പേജ് കൊടുത്തു, നെക്സ്റ്റ്. ഓക്കെ, എല്ലാം വർക്കിംഗ് ഉണ്ട്. നോക്കിയാൽ വാല്യൂ അവിടെ മാറുന്നുണ്ട്. ഇങ്ങനെയാണ് പേജിനേഷൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ വ്യൂസിനെ കുറിച്ചാണ് നോക്കുന്നത്. വ്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്കെയിലബിൾ അല്ല, അത്ര നമുക്ക് ഒരുപാട് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് യൂസേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലാസ് ബേസ്ഡ് വ്യൂസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് നോക്കിയോണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി അത് സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.